സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് 2 കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. സിനിമാ നടിയാണ്. അതേപോലെ തന്നെ ആങ്കറിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നടി തന്നെയാണ്. ആ ഒരു കുട്ടി ന്യൂ ജനറേഷൻ, ന്യൂ ജെൻസി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കുട്ടി. ആ കുട്ടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജാതീയ വിരുദ്ധത അല്ലെ ജാതീയതയെ പറ്റിയും ഈ മതങ്ങളുടെ മേലുള്ള അടിച്ചമർത്തലുകളെ പറ്റിയും ഒക്കെ വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ കാണാനിടയുണ്ടായി. പിന്നെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൽ നമുക്കറിയാം ഹാഷ്മി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അതായത് വാക്കുകൾ കൊണ്ട് ഈ തീ പാറുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി. വേടൻ എന്താണ്? വരികൾ കൊണ്ട് തീ പാറിക്കുന്നവരാണ്. നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കുന്നവരാണ്. അത് ഇന്നലകളിൽ ഉണ്ടായിരുന്നതും ഇന്ന് നിലനിൽക്കുന്നതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾ ഹൈലൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, അത് ഉണ്ടാവാൻ പാടില്ല, അതിനെതിരെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, തൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഊന്നി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമുള്ളൊരു മനുഷ്യനെയുമാണ് നമ്മളവിടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്നും 2, വേടൻ എന്താണ് പറയുന്നതെന്നും. അപ്പോൾ വേടൻ്റെ വിഷയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വേടൻ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS അല്ലെങ്കിൽ സംഘമിത്രങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവനായി മാറിയത്? അവർക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായതുകൊണ്ടാണ്. വേടൻ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വെറും ചെറ്റത്തരമായിട്ടുള്ള ജാതീയതയ്ക്കെതിരെയാണ് വേടൻ ശബ്ദമുയർത്തുന്നത്, അല്ലേ? ജാതീയത എന്താണ്? അതായത് ഒരു പിന്നോക്ക സമുദായത്തിൽ പെട്ടതെന്ന് പറഞ്ഞുകൊണ്ടും ഉയർന്ന ജാതിയിൽ പെട്ടതെന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ മധ്യ ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ജാതിയിൽ പെട്ടവരെന്നും പറഞ്ഞുകൊണ്ടും, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വേർതിരിവ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വലിയ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിലനിൽക്കുന്ന ഒരു വേർതിരിവിനെ അത് വേടൻ വരച്ചു കാണിക്കുകയാണ്. എന്തിൽ കൂടി? വേടൻ്റെ റാപ്പ് എന്ന് പറയുന്നൊരു കലാരൂപത്തിൽ കൂടി. ആ ഒരു കല അതിനുവേണ്ടി തന്നെയാണ് വേടൻ ഉപയോഗിക്കുന്നത്. അത് വേടൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗ്ഗം, ഉപജീവന മാർഗ്ഗമൊന്നുമല്ല. അയാളുടെ ബാല്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെപ്പറ്റി അത് ഒരു കവിതയിൽ കൂടി തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഇതിനെപ്പറ്റി അറിയണം. ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ അവർ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുക, അല്ലെ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് തന്നെയാണ് വേടൻ നിലകൊണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വേടൻ്റെ അടുത്ത് ഈ ചോദ്യം ഹാഷ്മി ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഹാഷ്മി ചോദിക്കുന്നത്, വേടനെ ഏറ്റവും വെറുപ്പുള്ളൊരു പാർട്ടിയുടെ ഒരു വേദിയിൽ വേടനെ പാടാൻ വിളിച്ചാൽ 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ വേടൻ, അല്ല 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ വേടൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് വേടൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി വീട്ടിലേക്ക് വരാം. വേടന് ഒരു 50 ലക്ഷം രൂപ തരാം. വേടൻ ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയി വേടൻ സംസാരിക്കും ചോദിച്ചാൽ വേടൻ സമ്മതിക്കുമോ? 50 ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയിട്ട് ഞാൻ ആ രാഷ്ട്രീയത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ്? അങ്ങനല്ല, വേടന്റെ ഇപ്പോൾ ആ വേദിയിൽ വേടൻ പോകണം. ഓക്കെ, പിന്നെ ഞാൻ RSS നടത്തുന്ന വേദിയിലേക്ക് പോയി. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എതിർക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണല്ലോ അത്. ഒരു RSS വേദിയിലൊക്കെ കയറിയിട്ട് ഞാൻ നീർനിലങ്ങളിൽ ഉടമയാരെന്ന് പാടാനൊക്കെ എനിക്ക് പറ്റും. 50 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ പോയി പാടും. കാശ് തരേണ്ട ആവശ്യമൊന്നുമില്ല. RSS വിളിക്കണം എന്നെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ആ പാട്ട് അല്ല, എല്ലാ പാട്ടും ഞാൻ പാടും. ആ പാട്ടും പാടും. അതിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്നും, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാണല്ലോ. ഞാൻ എപ്പോഴും മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവരാരും മനുഷ്യന്മാരല്ല എന്നല്ല ഞാൻ പറയണത്. ലൈക്ക് അവരുടെ ആ കണ്ടീഷനിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. അത് ജാതി കണ്ടീഷനിങ് ആണ്. അത് മനുഷ്യനെ മനുഷ്യനായി കാണാത്തൊരു സിസ്റ്റമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ എനിക്കുണ്ട് RSSലൊക്കെ പണിയെടുക്കുന്ന കുറേ അനിയന്മാര്. പിന്നെ കാരണം അപ്പോൾ ഇങ്ങനെ ഈ RSS ശാഖയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ കൊല്ലണം വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട് RSSനകത്ത് പ്രവർത്തിക്കണവർ. അവരിത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തരും. ചേട്ടാ സൂക്ഷിക്കണേ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറയണേ. പിന്നെ പേടിക്കാണ്ടിരിക്കുമോ? മനുഷ്യനല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഒക്കെ വെച്ച് പേടിച്ചിട്ട് പേടിയില്ലാതിരിക്കുമോ? പിന്നെ RSSനെ പേടിക്കണം. കണ്ടില്ലേ, വേടൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് RSSനെ പേടിക്കണം. ഇപ്പോൾ ഈ സംസാരിക്കുന്ന നമുക്കെതിരെയും ആർക്കെതിരെ ഇവർ കരുക്കൾ നീക്കും. അവർക്കതിനൊരു പേടിയുമില്ല, അല്ലെ അവർക്കതിനൊരു മടിയുമില്ല. ഇവരെ എതിർക്കാനായിട്ട് ഭരിക്കുന്ന പാർട്ടിക്ക് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോടൊപ്പം ഒരു സഖ്യം ചേർന്നുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ മെഴുകൽ ഒരു പരിധിവരെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ എത്താത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു തട പോലെ ഇങ്ങനെ നമ്മുടെ ഒരു ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷവും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. അവർക്കറിയാം ഈ വർഗീയവാദികൾ, അല്ലെങ്കിൽ ജാതി വിരുദ്ധത പറഞ്ഞുകൊണ്ട്, ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരെ അടിച്ചമർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താല്പര്യത്തോടുകൂടി കയറി വരുന്നവന്മാർ കേരളത്തിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത്
വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർക്ക് മെഴുകാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാത്തത്. വേടൻ പറയുന്ന മറുപടി കണ്ടില്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ എല്ലാം പ്ലേ ചെയ്യുന്നില്ല. അതിൽ വേടൻ്റെ മറുപടി അല്ല വേടൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേടൻ പറയുന്നത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അത് എവിടെയാണെങ്കിലും ഞാനത് ഊന്നിപ്പിടിക്കും, ഞാനത് പറയും. പിന്നെ എൻ്റെ കുറേ അനിയന്മാർ RSS എന്ന് പറയുന്നൊരു പാർട്ടിയിലുണ്ട്, അവരൊക്കെ അവരുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് ഇവനെ കൊല്ലണം, അവനെ വെട്ടണം, വെട്ടണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ അവർ സ്ക്രീൻഷോട്ട് കാണിക്കും, ചേട്ടാ സൂക്ഷിക്കണം, ചേട്ടാ സൂക്ഷിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും വേടനെ ഒതുക്കും. അത് ഇലക്ഷനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കയ്യിൽ കിട്ടിയ ഒതുക്കും. അത് വേടനെ മാത്രമല്ല, ഇവർക്കെതിരെ സംസാരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അവർ ഒതുക്കാനായിട്ട് ശ്രമിക്കും. എത്രയൊക്കെ ഒതുക്കാനും എത്രയൊക്കെ അടിച്ചമർത്താനും ശ്രമിച്ചാലും നീയൊക്കെ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഇന്നലെ കളി ചെയ്തതാണെങ്കിലും ഇന്ന് ചെയ്യുന്നതാണെങ്കിലും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതാണെന്നുണ്ടെങ്കിലും അത് തുറന്ന് പറയാനായിട്ട് ഒരു വേടൻ പോയി കഴിഞ്ഞാൽ ഒരു 1000 വേടന്മാർ വരും. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പകരം ഒരു 1000 പേര് അവിടെ എന്തായാലും റീപ്ലേസ് ആവും. കാരണം കൊള്ളരുതായ്മകൾ ജാതീയത പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് എത്ര നാൾ നിൽക്കാൻ സാധിക്കും? അത് നിൽക്കാൻ സാധിക്കില്ല, അല്ലെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട്. ആ കൂട്ടത്തിലൊക്കെയാണ് മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ വരുന്നത്. ആ പെൺകുട്ടി പറയുന്ന വാക്കുകൾ എന്തായാലും ഞാൻ കേൾപ്പിക്കാം. അതിന് മുൻപ് തന്നെ വേടൻ്റെ വിഷയത്തിൽ ഇപ്പോൾ വേടൻ്റെ അടുത്ത് ഹാഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് 100% പ്യുവറായിട്ട് തന്നെയാണ് വേടൻ മറുപടി കൊടുക്കുന്നത്. ആ കമൻറ്റ് ബോക്സ് നിറയെ വന്നിരുന്ന് മെഴുകുന്നത് ചാണകസംഖ്യകളാണെന്നുള്ളതിൽ ഒരു സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ, നിസ്സംശയം പറയാം. ചാണകസംഖ്യകളുടെ സൈബർ പോരാളികൾ തന്നെയാണ് ആ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് നിറയെ മെഴുകുന്നത്. അപ്പോൾ നമുക്ക് മീനാക്ഷി എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് ആദ്യം കേട്ടോ നോക്കാം. മീനാക്ഷി പറയുന്നത് പഠിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ പഠിപ്പിക്കുന്ന ബുക്കിൽ തന്നെ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയാളന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ശ്രേണി പോലെയുണ്ട്. അതൊക്കെ ആദ്യം എടുത്ത് കളയണം. എന്തിനാണ് ഇങ്ങനെ ഒരു ജാതീയത അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജാതിയെ പറ്റി പഠിക്കുന്നത്? അത് കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് മീനാക്ഷി ചോദിക്കുന്നത്. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാം. കരുതണ്ട, ഞാനിത് ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും ഈ ദളിത് വിഭാഗത്തിൻ്റെ ഒരു നല്ല കഥയും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവർ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കിക്കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുൻപത്തെ കാര്യമാണല്ലോ, നടന്നു കഴിഞ്ഞ കാര്യത്തിനാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്, ഈ ടേംസ് ഒക്കെ ആവശ്യമാണ്. ശരിയാണ്. പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം. പല വിഭാഗത്തിൽപ്പെട്ട പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല, ഇത് ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ. ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല, അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരിവരെ എങ്ങനെ ആക്കി, ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള അറിവായിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ, ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളും ഒക്കെയാണ്. ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്നോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വലുതാണ്. എനിക്കും 2 അനിയന്മാരാണുള്ളത്. അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പുസ്തകം നോക്കി പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല, സത്യം പറഞ്ഞാൽ ഇപ്പം അത് നമ്മുടെ റൈറ്റാണ്. ശരിയായ അറിവ്, ശരിയായ പഠനം എന്നില്ലേ മീനാക്ഷി പറയുന്നത്? എത്രയോ വളരെ പക്വതയും എത്രയോ അറിവും വിവേകത്തോടും കൂടിയാണ് ആ കാര്യം പറയുന്നത്. ഇത്രയും പോലും വിവരമില്ലാത്ത ആളുകളാണ് സംഖ്യകളുടെ കൂട്ടത്തിലുള്ളതും സംഖ്യപുത്രന്മാരും സംഖ്യപുത്രികളും എന്നൊക്കെ ഉള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്ന ആളുകൾ ഈ ജാതി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഉയർന്ന ജാതിയാണ്,
എൻ്റെ ജാതിയിൽ താഴെയുള്ളവരൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല, അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവന്മാർ, അങ്ങനെയുള്ളവന്മാർ അടുത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അല്ലെ അങ്ങനത്തെ ഒരു ചിന്താഗതി, അതിനെതിരെയാണ് വേടൻ ശബ്ദമുയർത്തിയത്. എന്തുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റിലവൻസ് ഇവിടെ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ജാതി ഇല്ല എന്ന് പറയപ്പെടുമ്പോഴും നല്ല രീതിയിൽ ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുകളും അവഗണനകളും ഏൽക്കേണ്ടി വരുന്ന ഒരു നല്ലൊരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നമ്മുടെ കണ്ണിൽ കണ്ടില്ലെങ്കിലും അത് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണിൽ കാണുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാം മോശമാണെന്ന് പറയാൻ പാടില്ല. വികസനങ്ങൾ, ഒരുപാട് വികസനങ്ങൾ, എണ്ണി പറയാൻ സാധിക്കുന്ന വിധം ഒരുപാട് വികസനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെ കേരളം എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൽ വന്നിരിക്കുന്ന വികസനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടുതലാണ്, ഗണ്യമായ നിരക്കിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വികസനങ്ങൾ ഇനിയും എന്ത് വികസനമാണ് വരാനുള്ളത്? ഇനിയും നമുക്ക് അധികമൊന്നും വരാനില്ല. എല്ലാ വികസനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞു. അതിന് ഭരിക്കുന്ന പാർട്ടിയോ മറ്റേത് പാർട്ടിന് മുൻപുള്ള പൂർവികരോ ആരൊക്കെയോ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? വികസനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്തായാലും ഉണ്ട്. 100% വികസനം നമ്മുടെ സംസ്ഥാനത്തിൽ വന്നു നമ്മൾ പറയപ്പെടുമ്പോഴും ഇനി എന്താണ് നമുക്ക് വേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഇനി നമുക്ക് വേണ്ടത് വികസനമല്ല. ഈ വികസനങ്ങൾ വെറുതെ വാരിക്കൂരി കൊണ്ടൊരു കാര്യമൊന്നുമില്ല. ആ ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. വികസനങ്ങൾ ഒരു സൈഡിൽ നല്ലത് തന്നെയാണ്, വികസനങ്ങൾ ഉണ്ടാവണം. പക്ഷേ മെയിൻ്റനൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, വഴിയിൽ നമുക്കൊരു വണ്ടി കൊണ്ട് യാത്ര പോകുന്ന സമയത്ത് റോഡിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകളുണ്ട്. ഇതെല്ലാം മുക്കിലും മൂലയിലും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് സമയത്ത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് നടക്കുന്നത്? വികസനങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, അതോടൊപ്പം തന്നെ അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളും മറ്റൊരു സൈഡിൽ നടക്കും. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും. എല്ലാത്തിലും ഞങ്ങൾ മുന്നിലാണെന്ന് പറയുമ്പോഴും ഈ മെയിൻ്റനൻസിൽ മാത്രം പിന്നിലാണ്. അതിനുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ജാതിയുടെ ഈ പറയുന്ന അതിർവരമ്പുകളെല്ലാം ഞങ്ങൾ ഭേദിച്ച് കളഞ്ഞു, ആ ഒരു കട്ട് ചെയ്തു, ആ ഒരു കയറി ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോഴും അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് മാറ്റാനായിട്ട്, നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് പറ്റില്ല. അപ്പോൾ പുകയില രഹിത കേരളം അല്ലെ പുകയില നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് എല്ലായിടത്തും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും ഇപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജാതിയുടെ കാര്യം. ആ ജാതിയുടെ മേലുള്ള അടിച്ചമർത്തലുകൾ ഇന്നും നിലനിൽക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഞാൻ വലിയ എന്തോ ആണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണ് സംഘിപുത്രന്മാരുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സംഘികളുടെ ഈ ഒരു ചിന്താഗതികൾക്കെതിരെ തന്നെയാണ് വേടൻ ശബ്ദം ഉയർത്തിയത്. ഇപ്പോൾ ഇതാ മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ഇന്ന് ഒരു വേടന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് മാത്രമാണ് ഈ മീനാക്ഷിയും ശബ്ദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വേടൻ സംസാരിച്ചപ്പോൾ ആ വേടനെ പേടിച്ച് ആ വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഇവർ വിചാരിച്ചില്ല ഇതുപോലെ ഒരു 1000 പേരുടെ ഉള്ളിലേക്ക് ഒരു തീയിട്ട് ഒരു കനലിട്ടിട്ടായിരിക്കും വേടന്റെ ഒരു തിരിച്ചുപോക്ക് എന്നുള്ളത്. ആ ഒരു തിരിച്ചുപോക്ക്, ആ ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. വേടൻ തിരിച്ചു പോയിട്ടില്ല, വേടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും കൂടുതൽ പാട്ടുകളുമായി വേടൻ കൂടുതലായിട്ട് രംഗത്തേക്ക് എത്തും. കൂടുതൽ ശക്തിയോടുകൂടി തന്നെ വേടൻ പാടും. വേടനെതിരെ കളിച്ച ആളുകൾക്കെതിരെ എല്ലാം വേടൻ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് കാണുന്നതാണ്. പിന്നെ ഞാൻ 2-3 പോസ്റ്റ് കാണാൻ ഇടയുണ്ടായത്, വേടൻ പറയുന്നത് എൻ്റെ പീഡനം എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ സംസാരിക്കുകയും എനിക്കെതിരെ കളിച്ച ആളുകൾക്കുമെതിരെയൊക്കെ ഒരു കവിത വരുന്നുണ്ട്. അത് ഒരു നല്ലൊരു കവിതയായിരിക്കും, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതിനെല്ലാം ഞാൻ എൻ്റെ വരികളിൽ കൊണ്ടും അല്ലെ എൻ്റെ പേന എന്ന് പറയുന്ന ആയുധം കൊണ്ട് ഞാൻ എതിരിടും, അല്ലെങ്കിൽ അതിനെയൊക്കെ ഞാൻ അതിനെതിരെയൊക്കെ പോരാടുമെന്നാണ് വേടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ കലയെന്ന് പറയുന്ന റാപ്പ് എന്ന് പറയുന്ന ഒരു കലയെ അതിനെ അങ്ങേയറ്റം സ്വീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടുന്ന ഒരു പോരാളി തന്നെയാണ് വേടൻ. ആ വേടന് ഇഷ്ടമല്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഘിപുത്രന്മാരും സംഘിപുത്രികളുമാണ്. ആ സംഘിപുത്രികളിൽ പുതിയ സൈബർ പോരാളികളായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നതാണ് ഷിനി മധുസൂദനും പിന്നെ ശീതളിസം എന്ന് പറയുന്ന ചാനലും പിന്നെ അതേപോലെ തന്നെ കുറേ തോൽവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. വേടനെതിരെ സംസാരിക്കുമ്പോഴും ഇവർ ഊന്നിപ്പിടിക്കുന്ന ആശയം എന്താണെന്നറിയോ? ഹിന്ദുക്കൾക്ക് മേല് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് പലരും ഉണ്ടാക്കുന്നത്. അവിടെ അവർ ചെയ്യാൻ പോകുന്നത് എന്താ? ജാതിയാണ് ഇവരുടെ പ്രശ്നം. ആ ജാതിയെ മാത്രം മുന്നിൽ പിടിക്കാതെ അല്ലെ ഊന്നിപ്പിടിക്കാതെ അതിനൊപ്പം മതം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട്, ചായക്ക് നമ്മൾ തേയിലപ്പൊടി ഇടുന്നു, പാലിൻ്റെ കൂടെ തേയിലപ്പൊടി ഇടുന്നു എന്ന് പറയുന്നത് പോലെ ജാതിയുടെ ഒപ്പം കുറച്ച് മതം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത്, കുറച്ച് ആളുകളുടെ കൊള്ളരുതായ്മകൾ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത്, എല്ലാം കൂടി അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ അങ്ങോട്ട് വാങ്ങിയെടുത്ത് വെച്ചിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഒറ്റ കുടിയ, എന്നിട്ട് ജാതി വെറി അങ്ങോട്ട് തുപ്പുക. അങ്ങനത്തെ ചിന്താഗതികളും അങ്ങനത്തെ പ്രവൃത്തികളുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അല്ലേ? ഇന്നൊരു പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഒരു 1000 പെൺകുട്ടികൾ നാളെ സംസാരിക്കും. അത്
പുതിയ ജനറേഷനിലുള്ള ആളുകളാണ്. അതായത് BJP അല്ലെ സംഘപരിവാർ എന്താണോ ആഗ്രഹിച്ചത്, ഈ പറയുന്ന വേടൻ പാടുന്നതിൽ കൂടി ഈ സമൂഹത്തിലുള്ള ആളുകളൊന്നും, പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളൊന്നും ഇത് അറിയാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? വേടന്റെ കവിത കലാലയത്തിൽ പഠിപ്പിക്കും, സർവകലാശാലയിൽ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ച് എന്തുകൊണ്ടാണ്? ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഇന്നത്തെ സമൂഹത്തിലുള്ള കുട്ടികൾ അറിയും, പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ അറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ കവിത പഠിപ്പിക്കുന്നതിനെ പറ്റി അല്ലെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇവർ സംസാരിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? ഇവരെന്തിനെയാണോ പേടിച്ചത് അത് തന്നെ പ്രാവർത്തികമായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ ഇന്നല്ലേ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.